കാക്കാത്തി വന്നേണ്ടി കാടു ചുറ്റി മേടു ചുറ്റി കാളിയമ്മൻ കാവു ചുറ്റി വന്നേണ്ടി നാം വന്നേണ്ടി എങ്കടി നീ പോകരെ കണ്ടി ആട്ടക്കാരി കൊണ്ടുപോലെ വന്നിങ്ങാരടി അടിയാട്ടി ഞാൻ ചൊല്ലും കഥ കേളടി അഞ്ചു പേരും കുന്തി ദേവിയുമാ ഹസ്തിനപുരി വാണിടുമ്പോൾ നീചബുദ്ധിയാം ദുര്യോധനൻ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. എന്റെ കുലവീരൻ ഭാരതമലയൻ ഒടിവിദ്യകളറിയും പെരിയ മന്ത്രവാദി വിളിച്ചു വരുത്തി മലയനെ വന്നവൻ നിഴൽകുത്തി കൊല്ലുവാൻ ആജ്ഞ നൽകി. മന്ത്രവാദക്കളമൊരുങ്ങി മലയന്റെ മന്ത്രശക്തിയാൽ കളത്തിലതാ 5 നിഴലുകൾ തെളിയുന്നതാ. ആറാമതായി ഭക്തവത്സലനാം ശ്രീകൃഷ്ണനും കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലയൻ അടവൊന്നു മാറ്റി മന്ത്രം ജപിച്ചു. കളത്തിലതാ വീണ്ടും തെളിയുന്നു പാണ്ഡവരഞ്ചും നിഴലുകളായി. സ്വയം മറന്നുപോയി മലയൻ മന്ത്രവേഷത്താൽ ശരമെടുത്ത് നിഴൽകുത്തി കൊന്നല്ലോ പാണ്ഡവരെ. കഥ തീരും മുമ്പേ കരയാതെടി കണ്ണേ ഇനി சொல்லும் കഥ കൂടി കേളുങ്കടി. മുടങ്ങിയ കാന്തനെ കണ്ട് കലങ്ങിയ കണ്ടത് കണ്ട് മലയെത്തി ചോദിച്ചു എന്നയ്യ ഉനക്കെന്നാ ചെയ്യാൻ. കരഞ്ഞു പറഞ്ഞു മലയൻ ഭാവി ഞാൻ കുന്തി പുത്രരെ നിഴൽ കുത്തിയെന്ന്. രണ്ടടി ഞെട്ടി ചാടിത്തിരിഞ്ഞവൾ കണ്ണുകൾ അഗ്നിനാളങ്ങളായി ഭാവയേറ്റ പോൽ കടന്നു പിടിച്ചവൾ ഓമനപുത്രന മണികണ്ഠനെ വലങ്കാഴ്ച വെട്ടിപ്പിടിച്ച് ഇടങ്കാലിനെടുകെ വലിച്ചു കീറി ഓവിഷ്ടയായവൾ അലറി. രക്താഭിഷിക്തയായി ഓടിയെത്തിയവൾ കുന്തിദേവി തൻ സന്നിധിയിൽ. പഞ്ചപാണ്ഡവർ മരിച്ചു കിടക്കുന്നയ്യോ ദീനമായി കേഴുന്നു കുന്തിയും. പെട്ടെന്നതാ കേട്ടു വേണുനാദം പ്രത്യക്ഷനായി ആർവന്നൻ. മരിച്ചു കിടക്കുന്നത് മായാ പാണ്ഡവർ ധർമ്മത്തിനെന്നും ഞാൻ തുണയുണ്ട്. ഭാരതമലയൻ ചെയ്തില്ലൊരു തെറ്റും മരിച്ചതിൻ പുത്രനും ജീവിക്കും. തോം 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 തക്കിടതും തോം തത്തോ തകതും തക്കിടതകതും തക്കിടതും തക തരികിടതും തക തക്കുതി കുതാതിക്കാതിടതും. മുന്നേ ഞാൻ ചൊല്ലില്ലവാ എൻ കഥ കേട്ടാലേ പുണ്യമെന്ന്. നില്ലടി சும்மா போடாதடி பசியெடுத்தால் துப்பம்னு தன்னை ஓடி அடி ஓடி. இந்த நாட்டிலும் ஏது நாட்டிலும் புத்திர சோகம் பெரிய